അങ്ങോട്ട് പോയിട്ട് റിസ്ക് തീർത്തും പേടിപ്പിക്കുന്ന ദൃശ്യമാണ്. കമലുണ്ട് വിവരങ്ങൾ നൽകാനായിട്ട്. കമൽ, അല്പം മുൻപ് വയനാട്ടുകാരനായ ഒരു സുഹൃത്തിന്റെ വാട്സാപ്പ് സ്റ്റാറ്റസായി ഈ ദൃശ്യം കണ്ടിരുന്നു. അത്രയുമേൽ പേടിപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണിത്. എവിടെയായിട്ടാണ് ഈ ആന ഇറങ്ങിയത്? അവര് എവിടുത്തുകാരാണ്? അവർ പെട്ടെന്ന് രക്ഷപ്പെട്ടു അല്ലേ? ഒന്നും പറ്റാതെ. അക്ഷയ, ഇവർ എവിടുത്തുകാരാണ് എന്നതിനെ കുറിച്ച് അറിയില്ല. ഇത് കൊടും വനത്തിലൂടെ കടന്നു പോകുന്ന പാതയാണ്. മാനന്തവാടിയിൽ നിന്ന് തിരുനെല്ലിയിലേക്കുള്ള റോഡാണ്. വയനാട് വന്യജീവി സങ്കേതത്തിനകത്തുകൂടിയാണ് ഈ റോഡ് കടന്നു പോകുന്നത്. അവിടെ റോഡരികിലൊക്കെ ആനയും കാട്ടുപോത്തും മറ്റ് വന്യമൃഗങ്ങളൊക്കെ ഉണ്ടാകുന്നത് സാധാരണയാണ്. പക്ഷേ യാത്രക്കാർക്ക് നേരെ അങ്ങനെ ആന പാഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറില്ല. ഇത് പക്ഷേ ആന റോഡിലൂടെ തന്നെ പോവുകയായിരുന്നു. ഒരു വളവായിരുന്നു. ആ വളവിൽ നിന്ന് പെട്ടെന്ന് ബൈക്കും ആനയും രണ്ട് ഭാഗത്തു നിന്ന് വന്നതോടെ ബൈക്ക് യാത്രികർ ആനയുടെ മുന്നിൽ ഇട്ടു. ആന ബൈക്ക് യാത്രികർക്ക് നേരെ തിരിഞ്ഞു. പക്ഷേ സംയമനം പാലിച്ച് ബൈക്ക് പെട്ടെന്ന് എടുത്തത് കൊണ്ടാണ് ആനയുടെ ആക്രമണത്തിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞത്. ആന ബൈക്കിനെ പിന്തുടരാനും ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതിന് തൊട്ടിപ്പുറത്ത് നിർത്തിയ ഒരു വാഹനത്തിലെ യാത്രക്കാരാണ് ഈ ദൃശ്യം പകർത്തിയത്. ഈ ബൈക്കിൽ ഒരു കുട്ടി ഉൾപ്പെടെയുള്ള ഒരു കുടുംബമാണ് യാത്ര ചെയ്തിരുന്നത്. പ്രത്യേകിച്ച് ഈ റോഡുകളിലൂടെ, ഈ മാനന്തവാടി തിരുനെല്ലി റോഡ്, അതുപോലെ മൈസൂരിലേക്ക് പോകുന്ന, ബത്തേരിയിൽ നിന്നും മാനന്തവാടിയിൽ നിന്നും മൈസൂരിലേക്ക് പോകുന്ന പാതകളിലൊക്കെ ഈ ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോഴുണ്ടാകുന്ന ഒരു അപകടമുണ്ട്. പലപ്പോഴും വനംവകുപ്പ് മുന്നറിയിപ്പ് നൽകാറുണ്ട്. രാത്രികാലത്ത് ഒരിക്കലും ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യരുത് എന്ന മുന്നറിയിപ്പ് നൽകാറുണ്ട്. ഇത് പക്ഷേ പകൽ സമയത്താണ്. പകൽ സമയത്ത് തിരുനെല്ലിയിൽ നിന്ന് ആ കുടുംബം ബൈക്കിൽ വരികയായിരുന്നു. അപ്പോഴാണ് ഈ ആക്രമണം ഉണ്ടായത്. എന്തായാലും ആരിലൊക്കെയാണ് രക്ഷപ്പെട്ടത്. ആന അവർക്ക് നേരെ തിരിയുന്നത് വ്യക്തമായ ദൃശ്യത്തിൽ തന്നെ കാണാം, പിന്തുടരുന്നതും കാണാം. എന്തായാലും ആ സമയത്ത് ഒരു ധൈര്യത്തോടെ ബൈക്ക് പെട്ടെന്ന് എടുത്തത് കൊണ്ട് മാത്രമാണ് അവർ രക്ഷപ്പെട്ടത്. തലനാരയ്ക്ക് രക്ഷപ്പെട്ടു എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. നോക്ക്, വളവിലായിട്ടാണ് ആനയും ആ ബൈക്കും ഒരു മുഖാമുഖം വരുന്ന അവിടെ വെച്ചിട്ടാണ്. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. മുന്നിൽ കൂടെ കടന്നു പോവുക എന്നല്ലാണ്ട് വേറൊരു വഴി ആ ബൈക്ക് യാത്രക്കാരന് മുൻപിലില്ല. അദ്ദേഹം അത്രയും ധൈര്യത്തോടു കൂടി ആ വണ്ടി എടുത്ത് മുന്നോട്ട് വരാൻ തയ്യാറായി. എന്തോ ഭാഗ്യം കൊണ്ടൊന്നും പറ്റിയില്ല. ആന പുറകെ ഓടുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ആ കുടുംബത്തിന്റെ ഭാഗ്യം എന്നൊക്കെ നമുക്ക് പറയുന്നുണ്ട്. വരുന്നൊരവസ്ഥയിലേക്ക് രക്ഷപ്പെട്ടു എന്നുള്ള ആശ്വാസം നൽകുന്നു. ഇത് വനപ്രദേശം തന്നെയാണ്. എം കമൽ വാർത്ത റിപ്പോർട്ട് ചെയ്തത്.